അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 3 അയല മീനും കുറച്ച് വെണ്ടയ്ക്കയും എടുത്തിട്ടുണ്ട്. അയല മീൻ കട്ട് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ 2 അറ്റവും കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മൺചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. മൺചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തിട്ടെടുക്കുക, എന്നാൽ മാത്രമേ പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരണം. ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി അല്ലികൾ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അങ്ങ് ഒരുപാട് വേണ്ട, കുറച്ച് വെളുത്തുള്ളി മതി. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചച്ചുവ മാറുന്നത് വരെ ഒരു 20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 12 ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റും മണവും കിട്ടും. ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് വാടി വരണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 6 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചെറിയ 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പമുള്ള വലിയ പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 എടുത്താൽ മതിയാകും. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി ഒരു ഗോൾഡൻ നിറാവണം. ഇപ്പൊ ഉള്ളിയൊക്കെ വാടി ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 6 വെണ്ടയ്ക്ക ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക എല്ലാം ഒന്ന് വാടി വരണം. അപ്പൊ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഈ വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം, അതുപോലെ തക്കാളിയും ഒന്ന് വാടി വരണം. ഈ ഒരു സമയം കൊണ്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് 2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇത്രയും തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്താലും മതി. ഞാനിപ്പോൾ 2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എടുത്ത അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇപ്പൊ തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. വെണ്ടയ്ക്കയും വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിലെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് വീണ്ടും ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് മാങ്ങ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മാങ്ങയുടെ തൊലി ചെത്തി മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ തൊലിയോട് കൂടിയാണ് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പുളി വെള്ളമാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു 1/2 കപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് സമയം കുതിർത്തിട്ട് നല്ലതുപോലെ മുറുക്കി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക.
ഞാനൊരു അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പുളി ഒഴിക്കുന്ന സമയത്ത് പുളിവെള്ളത്തിന്റെ അളവ് കുറച്ച് വേണം എടുക്കാനായിട്ട്. അതൊക്കെ ഒന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരണം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള 3 അയല മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏത് മീനിലും ചെയ്യാവുന്നതാണ്. അപ്പൊ മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരുപാടിട്ട് ഇളക്കി മറിക്കരുത്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഒരുപാടിട്ട് ഇളക്കരുത്, എന്നാൽ മീൻ പൊടിഞ്ഞു പോകും. പിന്നെ അയല മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഫ്ലെയിം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പം ഒന്ന് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ സ്പൂൺ കൊണ്ട് ഇളക്കി മറിക്കാൻ നിൽക്കരുത്. ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുള്ളത് ഇതിലേക്ക് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റിൽ ഞാൻ താളിച്ചും കൂടെ ഒഴിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം 2-3 വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റിൽ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ലാസ്റ്റിൽ കടുകും കൂടി താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിപൊളി മണവും ടേസ്റ്റുമാണ്. ലാസ്റ്റിൽ കടുകും കൂടി താളിച്ചൊഴിക്കുമ്പോൾ പിന്നെ വെണ്ടയ്ക്ക പ്രത്യേകം ശ്രദ്ധിക്കുക. വെന്ത് കുഴഞ്ഞു പോവാതെ നമ്മൾ ഇട്ട് കൊടുത്ത വെണ്ടയ്ക്ക മുഴുവനായി തന്നെ കിടക്കണം. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വെണ്ടയ്ക്കയും കൂടെ കഴിക്കാൻ കിട്ടണം. മീനിൻ്റെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെണ്ടയ്ക്ക ഇട്ട് വെച്ച മീൻ കറിക്ക്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും ഈ മീൻ കറി. അപ്പൊ നിങ്ങൾ മീൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ വെണ്ടയ്ക്ക ഇട്ട് വെച്ചിട്ട് മീൻ കറി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്